അതെ, ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി, നാട്ടിൽ പോണ്ടേ? ആരെങ്കിലുമൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോ? ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നാട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊതുവേ ആൾക്കാർ നാട്ടിലോട്ട് പോകുന്നത് വളരെ കുറവാണ്. കാരണം നാട്ടിലെന്താണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഓണം, വിഷു, ക്രിസ്മസ്, ഈദ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെയാണ് കുറച്ചെങ്കിലും ആൾക്കാർ നാട്ടിലോട്ട് പോകുന്നത്. ഇനി അതല്ലാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ കൂടുതൽ പേരും ഇവിടെയൊക്കെ തന്നെ അങ്ങോട്ട് സ്റ്റേ ചെയ്ത് ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കുക എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. എന്താണെങ്കിലും ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി, ഒരുപാട് പേര് ക്രിസ്മസിന് വീട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പം ഇന്നിപ്പം 11-ാം തീയതി. ഇനിയിപ്പം ട്രെയിനൊന്നും എന്തായാലും ബുക്ക് ചെയ്യാൻ പോകുന്നില്ല. ട്രെയിനൊക്കെ 2, 3, 4 മാസങ്ങൾക്ക് മുമ്പ് ക്രിസ്മസിന് വേണ്ടി ബുക്ക്ഡാണ് കംപ്ലീറ്റ്ലി. ഇനിയിപ്പോൾ തൽക്കാലം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 10-100 സീറ്റിന് വേണ്ടിയിട്ട് 1000-10,000 ആൾക്കാരായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പം സത്യം പറയാൻ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് റെൻ്റ് കൊടുക്കണം, ഫുഡ് കഴിക്കണം, ട്രാവൽ ചെയ്യണം, പബ്ബിങ് ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബാംഗ്ലൂരിലുള്ള സമയത്തും ഏറ്റവും കൂടുതൽ വേറൊരു എക്സ്പെൻസ് വരുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്ര. അതും പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫെസ്റ്റീവ് സീസണിലൊക്കെ നമ്മൾ നാട്ടിലോട്ടൊരു യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 3000-4000 രൂപയാണ് ടിക്കറ്റിന്. ഞാൻ പറഞ്ഞത് പ്രീ ബുക്ക്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാര്യമില്ല. പെട്ടെന്ന്, അതായത് നാളെ പോകണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ ഇന്നോ നാളെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന്, അപ്പോൾ അത് ട്രെയിൻ ആയിക്കോട്ടെ, ട്രെയിൻ കിട്ടൂല, അത് വിട്ടേ കിട്ടോ, മാറിപ്പോയി. ഇനിയിപ്പോൾ ബസ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഈ 2 സാധനങ്ങൾ നമ്മൾ ഈ വെരി ഷോർട്ട് പീരീഡിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും എല്ലാ പ്രാവശ്യവും. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരാട്ടോ. പോകുന്നതിന് തലേന്നോ അല്ലെങ്കിൽ തലേന്നൊക്കെ ഞാൻ ബുക്ക് ചെയ്യാറ്. പെട്ടെന്നായിരിക്കും ഓരോ ട്രിപ്പ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് നാട്ടിലോട്ടാണെങ്കിലും എങ്ങോട്ട് പോകുന്നതിന് വളരെ പെട്ടെന്നായിരിക്കും ബുക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് 3000-4000 ഒക്കെ ഉണ്ട് ബസ് ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും വരുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് 5-6 ഒക്കെ പോകും, പക്ഷെ ബസ് 4000 വരെയൊക്കെ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏഷ്യാനെറ്റിലൊരു ന്യൂസ് കണ്ടു. അതായത് ഏഷ്യാനെറ്റിൽ ഈ ബാംഗ്ലൂരിലുള്ള ഒരാളുടെ അഭിപ്രായം, അയാളുടെ അഭിപ്രായം പറഞ്ഞാണ്. ഒന്ന് കേട്ട് നോക്കേ. ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു നഗരമായി ബംഗളൂരു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു നിയമ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. എനിക്ക് മിക്കവാറും എൻ്റെ ഫാമിലി നാട്ടിലായതുകൊണ്ട് ഞാൻ മിക്കവാറും നാട്ടിൽ പോകാറുണ്ട്. അപ്പം മിക്കവാറും കൂടുതലും ട്രെയിനെയാണ് ആശ്രയിക്കാറ്. ഒരു 2 മാസം മുമ്പേയൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാറുണ്ട്. അല്ല, തൽക്കാലമാണ് നോക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാറില്ലെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ 11 മണിക്ക് നെറ്റ് ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ ടിക്കറ്റ് മൊത്തം പോയിരിക്കും, നമുക്ക് കിട്ടാറില്ല. പിന്നെ ആശ്രയിക്കുന്ന പറഞ്ഞാൽ ബസ്സിനെയാണ്. അത് ബസ്സെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1500 രൂപ വരെയൊക്കെ ടിക്കറ്റ് മാക്സിമം ചാർജ് വരേണ്ടുന്നിടത്ത് സീസൺ ആയി കഴിഞ്ഞാൽ അവർ 4000-5000 രൂപ വരെ ചാർജ് ചെയ്യാറുണ്ട്. അതൊരു സാധാരണക്കാരെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരിക്കലും അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഇവർ പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടോ. ഇവരെന്നല്ല, ബാംഗ്ലൂരിലുള്ള സകലമാന ആൾക്കാർക്കും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവർ പറഞ്ഞത്. അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആകെ 2-3 ട്രെയിനാണ് കേരളത്തിലോട്ടുള്ളത്. ആ ട്രെയിന് 2-3 മാസങ്ങൾക്ക് മുമ്പേ ബുക്ക്ഡാണ്. പിന്നുള്ളത് ബസ്സാണ്. ബസ്സുകാർ എന്ത് റേറ്റ് പറയുന്നോ 5000 പറഞ്ഞാൽ 5000 കൊടുത്ത് പോകേണ്ട അവസ്ഥയാണ് ഈ ഫെസ്റ്റീവ് സീസണിലൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നാണ് പലരും ചോദിക്കുന്നത്. പല ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഈ കാർ പൂളിംഗ് എത്ര പേർക്കറിയാം? കാർ പൂളിങ്ങും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് പേര് ഒരാൾ 2 ആളൊക്കെ ആയിട്ട് കാറും അല്ലെങ്കിൽ വണ്ടി സ്വന്തം പേഴ്സണൽ വെഹിക്കിളായിട്ട് നാട്ടിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ കാർ പൂളിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. അതിന് 1-2 സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഇവിടുന്ന് ഒരു ഫെസ്റ്റീവ് സീസണായ സമയത്ത് ഞാൻ അങ്ങോട്ട് പോവാണ്, ബസ് ഈ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ട്രെയിനില്ല, ഫ്ലൈറ്റ് ആണെങ്കിൽ ഭയങ്കര പൈസയാണ്. അപ്പോൾ ഈ കാർ പൂളിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നമ്മൾ അങ്ങനത്തെ, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും ഏതൊക്കെ ആപ്ലിക്കേഷൻ. ഞാനൊരു ആപ്ലിക്കേഷനും പ്രൊമോട്ട് ചെയ്യാൻ ഇരിക്കാത്തത് കൊണ്ട് ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല. കാർ പൂളിംഗ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ബ്ലാബ്ല കാർസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഡേറ്റ് ഉണ്ടാവും. ഒരു ഡേറ്റിൽ ഇന്ന സമയത്ത് ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെ ഇന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അയാളുടെ കൂടെ ചിലപ്പോൾ അയാൾ ഒറ്റക്കായിരിക്കും, അയാളുടെ കൂടെ 1-2 ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അയാൾ ഒരു കപ്പിളായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അയാളുടെ കാറിൽ 1-2 സീറ്റ് വേക്കൻ്റ് ആയിരിക്കും, നിങ്ങൾക്ക് പോവാം.
അപ്പോൾ നിങ്ങളത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണം. അവരൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും അവരെന്തായാലും പെട്രോൾ അടിച്ച് പോകുന്നതാണ്, അതിൻ്റെ ഒരു പോർഷൻ നിങ്ങളും കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് അവരുടെ കൂടെ യാത്ര ചെയ്ത് നിങ്ങളുടെ ഏത് സ്പോട്ടിലോട്ടാണ് ആ സ്പോട്ടിലോട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻസും ബാംഗ്ലൂരുണ്ട്. ഈ ഒരു ബസ്, ട്രെയിന്, ഫ്ലൈറ്റ് അല്ലാണ്ട് ഇങ്ങനത്തെ ചില പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് സ്വന്തമായിട്ട് വണ്ടിയോ കാര്യങ്ങളോ ഇല്ല എന്ന് ആൾക്കാർ, അങ്ങനെ പോകാത്ത ആൾക്കാരുണ്ടാവില്ല ഒരുപാട്. എല്ലാവരും ഇപ്പം ഇവിടുന്ന് ബൈക്ക് എടുത്തോ കാർ എടുത്തോ പോയിക്കോണമെന്നില്ല, പക്ഷെ പോകുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ കൂടെ നിങ്ങൾക്കൊരു അക്കമ്പനി ചെയ്ത് നിങ്ങൾക്ക് പോകാനുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അപ്പം അറിയുന്നവർ, അതായത് നിങ്ങൾ ചുമ്മാ ഒരു അപരിചിതൻ്റെ കൂടെ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ പോവുകയാണെന്നൊന്നുമല്ല. ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളുടെ ജെന്യുവിനിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളെ അപ്രൂവ്ഡ് ആക്കുകയുള്ളൂ. അങ്ങനെ അപ്രൂവ് ആയിട്ട് നല്ല പോയിന്റ്സും നല്ല റേറ്റിംഗ് ഉള്ള ആൾക്കാർ, നമ്മൾ ഊബർ വിളിക്കുന്ന പോലെ തന്നെ ഇട്ടതും. ഊബർ വിളിക്കുന്നതിൻ്റെ വേറൊരു പരിപാടിയാണിത്. അതായത് കറക്റ്റായിട്ട് നല്ല ട്രാക്ക് റെക്കോർഡുകളും ഇതുപോലെ പോയ ആൾക്കാരിട്ട അവരുടെ റിവ്യൂസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുള്ള റേറ്റിംഗ് അനുസരിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ നിങ്ങൾ നോക്കണം, അവരുടെ എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ മുമ്പത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടായിരിക്കും പലരും ഇത് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുടെയും കൂടെ എന്താ പറയുക ക്രെഡിബിലിറ്റി അവർ നോക്കേണ്ടിയുണ്ട്. ഈ പോകുന്ന ആൾക്കാർ അല്ലെ, പോകുന്നവൻ മഹാ തരികിടയാണ്. ചിലപ്പോൾ പോകുന്ന കാറുകാരൻ നല്ലതായിരിക്കും, കൂടെ അക്കമ്പനി ചെയ്യുന്ന ആൾക്കാർ തരികിടയാണെങ്കിലും അവരുടെയും റേറ്റിംഗ് കുറവായിരിക്കും. തിരിച്ച് അവർക്കും നിങ്ങളുടെ റേറ്റിംഗ് ഉണ്ടാകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റിംഗ് ഇട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷനെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചാലുമാവും ചെയ്യും, നിങ്ങൾക്ക് കൂടെ പോകാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസും നമ്മുടെ ബാംഗ്ലൂർ ടു കേരള യാത്രകളിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലാ ടോക്സിൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യാം. ബൈ.